നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സുചിത്ര കെ ആർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മൾ ഇന്ന് ആദ്യത്തെ ഡിസിപ്ലിൻ കോർ കോഴ്സായ മൈക്രോ എക്കണോമിക്സ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 3 ചേഞ്ച് ഇൻ സപ്ലൈ ആണ്. യൂണിറ്റ് 2 നമ്മൾ സപ്ലൈയെക്കുറിച്ചും ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സപ്ലൈയെക്കുറിച്ചും അതിൽ പ്രധാനപ്പെട്ട പ്രൈസും പിന്നെ അതർ ഫാക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ ഇതേ ഫാക്ടേഴ്സിനനുസരിച്ച്, പ്രത്യേകിച്ചും പ്രൈസിനനുസരിച്ച് സപ്ലൈ എങ്ങനെ മാറുന്നു, പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിനനുസരിച്ച് സപ്ലൈ എങ്ങനെ മാറുന്നു, പ്രൈസ് എലാസ്റ്റിസിറ്റി എന്താണ്, പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്താണ് എന്നുള്ളതാണ് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി സപ്ലൈയുടെ ചേഞ്ചസ് ആണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡും കൂടുവാണെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറയും. നേരെ തിരിച്ച് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡും കുറയുന്നതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മൾ ഈ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈയിലും കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈയിലും രണ്ടിലും പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ തന്നെ സംസാരിച്ചിരുന്നു, പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫ് ഏതാണ്? സപ്ലൈ കർവ്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈയും കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈയും ഈ സപ്ലൈ കർവിലൂടെ തന്നെയാണ്, എലോങ് ദ സപ്ലൈ കർവ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ കാണിക്കുന്നത് ഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് പോലെ എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സി, അങ്ങനെ ഇയിലേക്ക് അപ്വേർഡായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ കാണിക്കുന്നത്. നേരെ തിരിച്ച് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇയിൽ നിന്ന് താഴേക്ക് ഡിയിലോട്ടും സിയിലേക്കും അങ്ങനെ എയിലേക്ക് വരെ പോകുന്നതാണ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ കാണിക്കുന്നത്. അപ്പം അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് എക്സ്പാൻഷൻ ഓഫ് സപ്ലൈയെ കാണിക്കുന്നതെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് കോൺട്രാക്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ക്വാണ്ടിറ്റി സപ്ലൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് സെറ്റേഴ്സ് പാരബസ് കണ്ടീഷനിലാണ് നമ്മൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും പറയുന്നത്. അതായത് പ്രൈസ് ഒഴിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡിനെ എഫക്റ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുന്നത്. എന്നാൽ പ്രൈസ് മാത്രമാണോ ക്വാണ്ടിറ്റി സപ്ലൈഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? അല്ലല്ലോ, മറ്റു ഫാക്ടേഴ്സും ഉണ്ട്. അങ്ങനെ മറ്റു ഫാക്ടേഴ്സിനനുസരിച്ച് എങ്ങനെ സപ്ലൈ മാറുന്നു എന്നുള്ളതാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ പറയുന്നത്. ഇതിൽ ഷിഫ്റ്റ് ഇൻ സപ്ലൈ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സപ്ലൈ കർവ് ഒന്നെങ്കിൽ റൈറ്റ് വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ആയിട്ടോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ്. ഇവിടെ ഇൻക്രീസ് ഇൻ സപ്ലൈയും ഡിക്രീസ് ഇൻ സപ്ലൈയും എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ്സിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതിൽ ഇൻക്രീസ് ഇൻ സപ്ലൈ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് പ്രൈസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് ലൈക്ക് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്. ഇതിലെയൊക്കെ ചേഞ്ചസ് എങ്ങനെ സപ്ലൈ, ഇതിലെയൊക്കെ ചേഞ്ചസ് ഫേവറബിൾ ചേഞ്ചസ് ആണെങ്കിൽ അത് സപ്ലൈ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. ഈ ഇൻക്രീസ് ഇൻ സപ്ലൈ ഗ്രാഫിക്കലി കാണിക്കുന്നത് നിങ്ങളിപ്പം കാണുന്നത് പോലെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. ഇനി നേരെ തിരിച്ച് ഇതേ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അൺഫേവറബിൾ ആയിട്ടാണ് സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്ന അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് സപ്ലൈ കുറയ്ക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നു. ഇതിനെ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഷിഫ്റ്റിലൂടെ ആണ്. ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു ഫാക്ടറി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതോ ഡിക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ആലോചിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്താണ്? ഇൻപുട്ട് പ്രൈസ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഇൻപുട്ടുകളുടെ പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ റൈസ് കൾട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? റൈസ് കൾട്ടിവേഷനിൽ ഇൻപുട്ടായിട്ട് ഏതൊക്കെയാണ് പറയുന്നത്? സീഡ്സ് ഇൻപുട്ടാണ്, ഫെർട്ടിലൈസേഴ്സ് ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുക്കാറില്ലേ? സബ്സിഡി കൊടുക്കുന്നത് എന്തിനാണ്? ഈ അഗ്രികൾച്ചറിൽ വരുന്ന ഇൻപുട്ട് പ്രൈസ് കുറയാൻ വേണ്ടിയാണ്. അങ്ങനെ ഇൻപുട്ട് പ്രൈസ് കുറയുമ്പോൾ എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻഎഫക്റ്റിൽ സംഭവിക്കുന്നത്? ഇൻപുട്ട് പ്രൈസ് കുറയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയിൽ ഇൻപുട്ട് കിട്ടുന്നതുകൊണ്ട് കൂടുതൽ റൈസ് കൾട്ടിവേഷനെ അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇൻപുട്ട് പ്രൈസ് കുറയുമ്പോൾ എന്താണ്? സപ്ലൈ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നു? റൈറ്റ് വേർഡ് ഷിഫ്റ്റിൽ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ ഇൻപുട്ട് പ്രൈസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? സപ്ലൈ കുറയും. ഗ്രാഫിക്കലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ വഴിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. നമ്മൾ യൂണിറ്റ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഡിമാൻഡ് അനാലിസിസിൽ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എന്തായിരുന്നു പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അങ്ങനെയാണെങ്കിൽ അതിനെ പോലെ തന്നെ നമുക്ക് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ ടുവേർഡ്സ് ദ ചേഞ്ചസ് ഇൻ പ്രൈസ്. അപ്പോൾ പ്രൈസ് മാറുന്നതിനനുസരിച്ച് എങ്ങനെ സപ്ലൈ മാറും എന്നുള്ളതാണ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണിക്കുന്നത്. ദാറ്റ് ഈസ് the elasticity of supply measures the percentage change in quantity supplied of a good in response to the percentage change in price of the good. പ്രൈസ് ഓഫ് ദ ഗുഡിൽ വരുന്ന പെർസെൻറ്റേജ് ചേഞ്ചിന് ആനുപാതികമായി എത്രത്തോളം ക്വാണ്ടിറ്റി സപ്ലൈഡിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ES എന്നുള്ളതാണ്. എസ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും. എസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ ഗുഡ്. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അപ്പം പ്രൈസ് ഓഫ് ദ ഗുഡ് എന്താണ്? ഡെൽറ്റ പി ബൈ പി. അപ്പം എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ES ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. ഇനി നമുക്ക് ഈ ഇക്വേഷനെ തന്നെ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പം ഇതേപോലെ തന്നെയായിരുന്നു നമുക്കല്ലേ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണെങ്കിൽ ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. ഈ ഗ്രാഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒറിജിനൽ പ്രൈസ് P ആണ്, ഒറിജിനൽ ക്വാണ്ടിറ്റി Q ആണ്. ഇനി പ്രൈസ് Pയിൽ നിന്ന് P1ലേക്ക് ചേഞ്ച് ചെയ്താൽ ആ ചേഞ്ച് ആ ഗ്രാഫിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ ഡെൽറ്റ പി. ഇനി ആ പ്രൈസിനനുസരിച്ച് ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ എന്താണ് ചേഞ്ച് വരുത്തും. ആ ക്യൂവിൽ നിന്ന് Q1ലേക്ക്, അങ്ങനെ പ്രൈസ് Pയിൽ നിന്ന് P1ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ക്യൂവിൽ നിന്ന് Q1ലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നു. ആ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിനെയാണ് പറയുന്നത് ഡെൽറ്റ ക്യൂ എന്ന് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു എലാസ്റ്റിസിറ്റി എന്തെന്ന് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ ഇൻറ്റു പി ബൈ ക്യൂ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും. ഒറിജിനൽ ആയിട്ടുള്ള പ്രൈസും ക്വാണ്ടിറ്റിയുമാണ് പി ബൈ ക്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ്, മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ടൈം ഫാക്ടർ. അപ്പോൾ യൂണിറ്റ് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചേഞ്ച് ഇൻ സപ്ലൈ ആണല്ലേ. പ്രൈസിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് എങ്ങനെ ചേഞ്ച് വരുന്നു, നോൺ പ്രൈസ് ഫാക്ടേഴ്സിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈഡ് എങ്ങനെ ചേഞ്ചസ് വരുന്നു, ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഇതാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വായിക്കുക. ആ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അസൈൻമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗുഡ് ലക്ക്. നമുക്ക് ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.